ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതും നിങ്ങളോട് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്ററാണ്, പാസ്റ്റർ കൊല്ലം ഷമീർ. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടിരുന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ആചരിക്കുന്ന പെന്തക്കോസ്തുകാർ എന്നുള്ള ഒരു തംബ്നെയിലാണ് ഞാൻ കണ്ടത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോ അദ്ദേഹം പഴയ നിയമത്തെക്കുറിച്ചും പുതിയ നിയമത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. പഴയ നിയമത്തിലുള്ള അത് ഒന്നും തന്നെ നമുക്ക് ഇനി ആവശ്യമില്ല. ഇപ്പൊ പഴയ നിയമത്തിലെ പുസ്തകങ്ങളിലെ, പഴയ നിയമ പുസ്തകങ്ങളിലെ പല കാര്യങ്ങൾ കോട്ട് ചെയ്താണ് സംസാരിച്ചത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴയ നിയമത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോ അദ്ദേഹം കോട്ട് ചെയ്തൊരു വാക്യം പുതിയ നിയമത്തിലുള്ളത് കൊലോസ്യർ 2:16 അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. അവ വരുവാനിരുന്നവയുടെ നിഴലത്തിൽ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. അപ്പോ ഈ വാക്യമാണ് അദ്ദേഹം എടുത്തിട്ട് പറഞ്ഞ ശബത്ത് അതൊക്കെ വരുവാനിരുന്നവയുടെ നിഴലാണ്, അതൊന്നും ഇനി നമുക്ക് ആചരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്താണ്, അതിനൊരു ശരിയായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വരുത്തണമല്ലോ എന്ന് വിചാരിച്ചു. പഴയ നിയമം എന്താണ്, പുതിയ നിയമം എന്താണ് എന്നുള്ളത് അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പല പെന്തക്കോസ്റ്റൽ വിശ്വാസികളുടെ അടുത്ത് സംസാരിച്ച് എനിക്ക് പരിചയമുള്ള, അപ്പൊ അവരുടെ അടുത്ത് പഴയ നിയമം എന്താണെന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, ഈ പഴയ നിയമം എന്ന് പറഞ്ഞാൽ ഈ 39 പുസ്തകങ്ങൾ അടങ്ങിയ ഈ ബൈബിളാണ് പഴയ നിയമം, മറ്റേത് 27 പുസ്തകങ്ങൾ അടങ്ങിയ അതാണ് പുതിയ നിയമം. അപ്പൊ പുതിയ നിയമത്തില് ഇതൊന്നും വേണ്ട, ശബദമൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ആവശ്യമില്ല, അതൊക്കെ കഴിഞ്ഞു പോയതാണെന്നുള്ള രീതി. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പഴയ നിയമവും പുതിയ നിയമവും എന്താണെന്ന്. അപ്പോ അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമം എന്താണെന്നും പുതിയ നിയമം എന്താണെന്നും അതിൽ ശബദം മാറിപ്പോയോ പുതിയ നിയമത്തില് എന്നെല്ലാം ഒന്ന് ചിന്തിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഇതിലേക്ക് കടക്കാം. അടിയങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. ഇന്ന് അങ്ങയുടെ സന്നിധിയിലിരുന്ന് അങ്ങയുടെ വചനത്തെക്കുറിച്ച് ശോധന ചെയ്യുമ്പോൾ പിതാവേ, അവിടുന്ന് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നൽകണമേ പിതാവേ. കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം സത്യമായതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പറയുന്നതെല്ലാം അംഗീകരിക്കുവാൻ, വിശ്വസിക്കുവാനും അത് അംഗീകരിക്കുവാനും അവർക്ക് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. അതനുസരിച്ച് അവരുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാനും അവിടുന്ന് സഹായിക്കണം. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ ക്രിസ്തേശുവിന്റെ ധന്യനാമത്തിൽ ചോദിക്കുന്നു, പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ, ആമേൻ. ഞാനിപ്പോ എന്താണ് ഈ പുതിയ നിയമം പഴയ നിയമം എന്നുള്ളത് ഒന്നും കൂടെ ക്ലിയർ ആക്കാം എന്നുള്ള രീതിയിലാണ് ഇത് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ഈ പുതിയ നിയമത്തെക്കുറിച്ചും പഴയ നിയമത്തെക്കുറിച്ചും ഒക്കെ എഴുതിയിരിക്കുന്ന രണ്ട് വാക്യങ്ങൾ വായിക്കാനാണ് ഇരിക്കുന്നത്. അത് 2 കൊരിന്ത്യർ 3:6 നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി, അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പൊ അത് എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി. അതെന്താണ് ആ പുതിയ നിയമം എന്നറിയാനായിട്ട് നോക്കിയപ്പോൾ ഞാൻ അതിന്റെ ഇംഗ്ലീഷ് വായിച്ചപ്പോൾ അതിൽ who also made us adequate as servants of a new covenant, not of the letter but of the spirit, for the letter kills but the spirit gives life. അപ്പോ ഇതിൽ പറയുന്നത് അക്ഷരത്തിന്റെ ശുശ്രൂഷകരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകർ, അതാണ് പുതു നിയമത്തിന്റെ ശുശ്രൂഷകർ. അതിൽ ഇംഗ്ലീഷിൽ കിടക്കാൻ പുതിയ കവനന്റിന്റെ, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകർ എന്നാണ് കിടക്കുന്നത്. അപ്പൊ ഉടമ്പടി എന്നുള്ള വാക്കിന്, കവനന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നോക്കിയപ്പോ അതില് നിയമം എന്നർത്ഥമുണ്ട്, ഉടമ്പടി എന്നർത്ഥമുണ്ട്, കരാർ എന്നർത്ഥമുണ്ട്, അങ്ങനെ ചില അർത്ഥങ്ങളുണ്ട്. കവനന്റ് എന്നുള്ളതിന്, ഉടമ്പടി എന്നുള്ളതിന് ടെസ്റ്റമെന്റ് എന്നർത്ഥമുണ്ട്. ടെസ്റ്റമെന്റിന്റെ ഒരു വാക്ക് തന്നെയാണ് ഉടമ്പടി, നിയമം എന്നൊക്കെ പറയുന്നത്. ഉടമ്പടി നമുക്കറിയാം, 2 വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ
രണ്ട് പാർട്ടികൾ തമ്മിൽ നടത്തുന്നതാണ്. പക്ഷെ ദൈവത്തിന്റെ ഉടമ്പടി പലപ്പോഴും സിംഗിൾ ആയിരിക്കും, ദൈവം ഒറ്റയ്ക്കായിരിക്കും, നമ്മളൊന്നും ചെയ്യേണ്ട. അതൊരു വാഗ്ദത്തമായിട്ടും ചിലപ്പോ കവനന്റിന്റെ കണക്ക് ഒരു വാഗ്ദത്തം, ദൈവത്തിന്റെ വാഗ്ദത്തം, അത് നമ്മള് ഉൽപ്പത്തി 3:15 അതുപോലെ നോഹയെടുത്ത് ദൈവം ഉടമ്പടി ചെയ്യുന്നുണ്ട്, ഇനിമേൽ ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കത്തില്ല എന്നുള്ളത്. അതിലൊക്കെ അവർക്ക് വിശ്വസിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും അവരുടെ ഭാഗത്തു നിന്നില്ല, ദൈവമാണ് എല്ലാം ചെയ്യുന്നത്. അതേപോലെ അബ്രഹാമിന്റെ അടുത്തും എല്ലാം ദൈവം ഇങ്ങനെ ഉടമ്പടിയുടെ ദൈവമാണ് എപ്പോഴും മനുഷ്യരുമായിട്ട് ഉടമ്പടി ചെയ്യുന്നത്. ദൈവം മനുഷ്യരായിട്ട് എപ്പോഴും ബന്ധത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ ആ ദൈവത്തിന് ഇതുപോലെ പലപ്പോഴും ഉടമ്പടി ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതിലൊന്നാണിത് പുതുനിയമത്തിൽ. അപ്പൊ അതിന്റെ അർത്ഥം പുതിയൊരു ഉടമ്പടിയുടെ കാര്യമാണ് അവിടെ പറയുന്നത്. ഇനി വേറൊരു വാക്യം കൂടി വായിക്കാം, അത് എബ്രായ ലേഖനം 8:6-7. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. അപ്പൊ ഒന്നാമത്തെ എന്ത് നിയമത്തിന് എന്ത് കുറവാണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മളെല്ലാരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവം രണ്ടാമതൊരു നിയമം ഉണ്ടാക്കിയെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ നിയമം എന്ന് പറഞ്ഞാൽ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാണ്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ബട്ട് നൗ ഹി ഹാസ് ഒബ്റ്റെയിൻഡ് എ മോർ എക്സലന്റ് മിനിസ്ട്രി by as much as he is also the mediator of a better covenant which has been enacted on better promises. For if that first covenant had been faultless, there would have been no occasion sought for a second. ഒന്നാമത്തെ ഉടമ്പടി, അതാണ് ഇംഗ്ലീഷിൽ വരുന്നത് കവനന്റ്. ചില ഇംഗ്ലീഷ് വേർഷൻസിൽ ടെസ്റ്റമെന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്, കവനന്റിന് ടെസ്റ്റമെന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടിനും ഒരേ അർത്ഥം തന്നെ, ഉടമ്പടി എന്നുള്ള അർത്ഥം. അപ്പൊ ഒന്നാമത്തെ ഉടമ്പടിയില് എന്തോ കുറവുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ദൈവം രണ്ടാമതൊരു ഉടമ്പടി ചെയ്തത്. അതാണ് ബൈബിളിൽ പല സ്ഥലത്തും പുതിയ ഉടമ്പടി അല്ലെങ്കിൽ പുതിയ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ നിയമം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ കുറവ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ദൈവം അത് മാറ്റി ഒരു പുതിയ നിയമം അല്ലെങ്കിൽ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ വായിച്ച എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന് 6-7 വായിച്ചത്. അതിന്റെ തൊട്ട് താഴെ ആ ഒന്നാമത് ദൈവം ചെയ്ത ഉടമ്പടിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് ശരിക്കും പൗലോസ് അപ്പോസ്തലൻ പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്തതാണ്. പഴയ നിയമത്തിൽ അതേ ഉടമ്പടി അതേപോലെ തന്നെ ഈ എബ്രായർ 8:8 തുടങ്ങി എഴുതിയിട്ടുണ്ട്. ആ പഴയ നിയമത്തില് ഏത് ഭാഗത്തു നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ അത് കോട്ട് ചെയ്തതെന്ന് നോക്കാം. അത് നമുക്ക് കാണാവുന്നത് യെരമ്യാ പ്രവചനം 31-ാം അധ്യായം 31 തുടങ്ങിയുള്ള വാക്യങ്ങളിലാണ് ഒരു പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയുന്നത്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പഴയ ഉടമ്പടി എപ്പോഴാണ് ചെയ്തതെന്നും പഴയ ഉടമ്പടിക്ക് എന്താണ് കുറവുണ്ടായിരുന്നതെന്നും എല്ലാം നമുക്ക് മനസ്സിലാകും. അപ്പൊ പുതിയ ഉടമ്പടി ഇങ്ങനെയാണ് വായിക്കുന്നത്. യെരമ്യാ 31 തുടങ്ങിയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. മലയാളത്തിൽ നിയമം ചെയ്യുന്ന കാലം വരും, ഇംഗ്ലീഷിൽ ബിഹോൾഡ് ഡേയ്സ് ആർ കമ്മിങ് ഡിക്ലെയർസ് ദ ലോർഡ് when I will make a new covenant with the house of Israel and with the house of Judah. ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന കാലം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിയമം എന്ന് പറയുന്നിടത്ത് മിക്ക സ്ഥലത്തും ഇംഗ്ലീഷില് അർത്ഥം വരുന്നത് ഉടമ്പടി എന്ന്. ഞാൻ അവരുടെ അപ്പൊ എന്നാണ് പുതിയ ഗൃഹത്തോട് ചെയ്യാൻ പോകുന്ന ഒരു കാലം വരും, ഭാവിയിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. യെരമ്യായുടെ സമയത്ത് അത് ചെയ്തിട്ടില്ല, പുതിയ ഉടമ്പടി ചെയ്തിട്ടില്ല. ഇനി ഈ കാലം എല്ലാം കഴിഞ്ഞ ശേഷം ദൈവം പുതിയൊരു ഉടമ്പടി ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ ഉടമ്പടി എന്താണെന്ന് അല്ലെ ഇനി പറയുന്ന വാക്യത്തില് പഴയത് എപ്പോഴാണ് ചെയ്തതെന്ന് നമുക്ക് വ്യക്തമാകും. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രൈമിൽ കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. പിതാക്കന്മാരെ മിസ്രൈമിൽ നമുക്കറിയാം, പുറപ്പാടിന്റെ സമയത്ത് ഒരു മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് കൊണ്ടുവന്ന നാളിൽ ആ സമയത്താണ് ദൈവം ഒരു ഉടമ്പടി അവരുമായിട്ട് ചെയ്തത്. ആ ഉടമ്പടി പോലെയല്ല ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കത് എപ്പോഴും പുറപ്പാടിൽ നോക്കിയാൽ അത് കാണാൻ പറ്റും. അത് എപ്പോഴാണ് എന്തായിരുന്നു ആ ഉടമ്പടിയിൽ പറഞ്ഞിരുന്നതെന്ന് നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 4 തുടങ്ങിയുള്ള വാക്യം നമുക്ക് വായിക്കാം.
ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ദൈവം സിനായി മലയിൽ വെച്ച് അവരോട് സിനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളോട് പറയുന്നതാണ്, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും അവരെ ബാധകൾ അയച്ചതും എല്ലാം നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളെ കഴുകന്മാരുടെ ചിറകിൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തി. മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് പക്ഷെ ദൈവത്തിന്റെ അടുക്കലേക്കാണ് അവരെ വിളിച്ചത്. കഴുകന്മാരുടെ ചിറകിൽ എന്ന് പറഞ്ഞാല് അത് സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ സംരക്ഷണം. എത്രയോ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അവരെ സംരക്ഷിച്ചാണ് ദൈവം അവിടെ കൊണ്ടുവന്നതെന്ന് പറയുന്നു. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. അപ്പോ ദൈവത്തിന്റെ ഒരു കണ്ടീഷനാണ്, ഒരു ഉടമ്പടി അവിടെ വെക്കുകയാണ്. എന്താ അവര് ചെയ്യേണ്ടത്? നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിച്ച് എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും, ഭൂമിയൊക്കെ എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. എന്ത് ചെയ്താൽ? ദൈവം പറയുന്നത് അനുസരിച്ചാൽ നിങ്ങൾ എന്റെ വിശുദ്ധ ജനമായിരിക്കും, എനിക്കൊരു പുരോഹിത രാജ്യത്വമായിരിക്കും. പിന്നെ ഇതാണ് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞ ഉടമ്പടി, ദൈവം ചെയ്ത ഉടമ്പടി. ഇതാണ് നമ്മളൊരു ഉടമ്പടിയായിട്ട് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിച്ച് എന്റെ നിയമങ്ങളെല്ലാം നിങ്ങൾ പ്രമാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വിശുദ്ധ ജനമായി തീരും, പുരോഹിത രാജ്യത്വമായിരിക്കും, പ്രത്യേക ജനമായിരിക്കും. ഇതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹവും. ദൈവത്തിന്റെ ആഗ്രഹമാണ്, ദൈവത്തിന് മനസ്സിലുള്ള ആഗ്രഹമാണ് ദൈവത്തിന്റെ വചനമായിട്ട് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ മനസ്സാണ് ഈ വചനത്തിലുള്ളത്. ഇതായിരുന്നു ദൈവത്തിന് മനസ്സിലുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ഈ ഉടമ്പടി ഉറപ്പിക്കുന്നത് എവിടെയാണെന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം തന്നെ 24-ാം അധ്യായത്തിൽ, 24ലേക്ക് പോകുന്നതിന് മുമ്പ് 19-ാം അധ്യായത്തിലാണ് ഈ ഉടമ്പടിയെ കുറിച്ച് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 20-ാം അധ്യായത്തിൽ ദൈവം തന്റെ പ്രമാണങ്ങളെല്ലാം അവർക്ക് കൊടുക്കുകയാണ്. 10 കൽപ്പനകളെല്ലാം കൊടുത്തു. 10 കൽപ്പനകൾ കഴിഞ്ഞിട്ട് 21, 22, 23 അധ്യായങ്ങളിലെല്ലാം വേറെ കുറെ കൽപ്പനകൾ, അവരെങ്ങനെയാണ് മറ്റുള്ള ജാതികളിൽ നിന്നും വ്യത്യസ്തരായിട്ട് അവിടെ ജീവിക്കേണ്ടതിനുള്ള എല്ലാ മാർഗങ്ങളും ദൈവം പറഞ്ഞു കൊടുക്കുകയായിരുന്നു അവർക്ക് 23-ാമത്തെ അധ്യായം വരെ. അത് കഴിഞ്ഞിട്ട് 24-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ 24-3 അപ്പോൾ മോശെ വന്ന് യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. അപ്പൊ ജനം അവരുടെ സമ്മതം അറിയിച്ചു. ദൈവം പറഞ്ഞ ആ ഉടമ്പടി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇതെല്ലാം അനുസരിക്കും എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ 5-ാമത്തെ വാക്യം, പിന്നെ അവൻ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ചവർ ഹോമയാഗങ്ങളെ കഴിച്ച് യഹോവയ്ക്ക് സമാധാന യാഗങ്ങളായി കാളകളെ അർപ്പിച്ചു. മോശ രക്തത്തിൽ പകുതിയെടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ച് രക്തത്തിൽ പകുതി യാഗപീഠത്തിന്മേൽ തളിച്ചു. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. എല്ലാം ദൈവം പറഞ്ഞ 10 കൽപ്പനകളും മറ്റുള്ള എല്ലാ കൽപ്പനകളും എല്ലാം മോശ അവരെ വായിച്ചു കേൾപ്പിച്ചപ്പോ അവര് പറഞ്ഞു ഇതെല്ലാം ഞങ്ങള് അനുസരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് അത് ഉറപ്പാകാൻ പോകുന്നത്. 2 പാർട്ടികളും സമ്മതിച്ചു. ദൈവവും പറഞ്ഞു അത് ഇവര് അനുസരിക്കാന്ന് പറഞ്ഞു. അപ്പൊ 8-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. പിന്നെ എന്ത് ചെയ്തു? ഈ സകല, ആദ്യം നമ്മൾ കണ്ട യാഗപീഠത്തിന്മേൽ തളിച്ചു, അത് കഴിഞ്ഞിപ്പോ ജനത്തിന്റെ മേൽ രക്തം തളിച്ചു. എന്നിട്ട് പറഞ്ഞു ഈ സകല വചനങ്ങൾ ആധാരമാക്കി ദൈവം നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. ആ ഉടമ്പടി ഉറപ്പിച്ചു. കാളയുടെ രക്തം കൊണ്ട് ജനത്തിന്മേൽ തളിച്ചുകൊണ്ട് ഇതാണ് രക്തത്തെ, ആ ഉടമ്പടിയുടെ രക്തം ഇതാണെന്ന് പറഞ്ഞാണ് അതിനെ ഉറപ്പാക്കുന്നത്. അങ്ങനെ ഉറപ്പിച്ച ഉടമ്പടിയാണ് നമ്മൾ യെരമ്യാവ് 31 വായിച്ചത്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ നിയമമായിരുന്നു ചെയ്തത്. ഇത് നല്ല നിയമമായിരുന്നു, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് അതിന്റെ ബാക്കി 32-ലെ ബാക്കി. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരനുസരിക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും അവരെല്ലാം ലംഘിച്ചു കളഞ്ഞു. ഇതാണ് അവർക്ക് പറ്റിയ കുഴപ്പം.
അതാണ് ഒന്നാമത്തെ ഉടമ്പടിക്ക് ഒരു പ്രശ്നം ഉണ്ടായത്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാവും. അതാണ് പുതിയതായിട്ടുള്ള ഉടമ്പടി. അപ്പോ അവർക്ക് നിലനിൽക്കാൻ പറ്റിയില്ല ആ നിയമത്തിൽ, ആദ്യത്തെ ഉടമ്പടിയിൽ. പക്ഷെ ദൈവം അവരെ തള്ളിക്കളയുന്നില്ല. ദൈവം വീണ്ടും അവർക്ക് അവരുമായിട്ട് പുതിയൊരു ഉടമ്പടി ചെയ്യും. കാരണം ദൈവത്തിന് അറിയാം ഇതവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് നിയമത്തിന്റെ കാഠിന്യം കൊണ്ടല്ല, അവരുടെ മനസ്സിന്റെ പ്രശ്നമാണ്. അവരുടെ മനസ്സിന് എന്തായിരുന്നു? അത് നമുക്ക് റോമർ ലേഖനം 8:3 വായിക്കാം. അവരുടെ മനസ്സിൽ എന്തായിരുന്നു പ്രശ്നം? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിന് സാധിക്കും. അപ്പൊ ഈ ജഡത്തിന്റെ ബലഹീനത നിമിത്തം നമുക്ക് പലപ്പോഴും ന്യായപ്രമാണത്തിന് കീഴടങ്ങാൻ പറ്റത്തില്ല. അതാണ് റോമർ 8:7 പറയുന്നത്. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാവുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ഇതാണ് മനുഷ്യരുടെ കുഴപ്പം. ഇതെങ്ങനെയാണ് ഈ കുഴപ്പം മനുഷ്യർക്ക് വന്നത്? നമ്മൾ ഉൽപ്പത്തി പുസ്തകം നോക്കുമ്പോ 3-ാം അധ്യായത്തില് ഉൽപ്പത്തി 3 നമ്മളൊരു നമ്മുടെ ആദ്യ മാതാവായ ഹവ്വയെ കാണുന്നു. ഉൽപ്പത്തി 3-ാം അധ്യായം. ഹവ്വയുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ്. ഉൽപ്പത്തി 3:1 ഇങ്ങനെ വായിക്കുന്നത്, യഹോവ ദൈവം ഉണ്ടാക്കിയ സകല എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ പാമ്പ് എന്ന് പറയുന്നെങ്കിലും വെളിപ്പാട് 12 പറയുന്നത് പിശാചും സാത്താനും എന്ന പഴയ പാമ്പിനെ, അപ്പൊ പാമ്പ് പിശാചിന്റെ ഒരു പ്രതീകമായിരുന്നു. അല്ലെ, പിശാച് പാമ്പിലൂടെയാണ് പ്രവർത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വെളിപ്പാട് 12-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിശാചാണ് ഇവിടെ ചോദിക്കുന്നത്, ഈ തോട്ടത്തിൽ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുത്. അത് എന്ത് ചോദ്യമാണെന്ന്, എന്തോ ഒരു മണ്ടത്തരമാണ് ചോദിക്കുന്നത്. കാരണം അന്ന് അവർക്ക് അതേ ഉള്ളൂ തിന്നാനായിട്ട്, തോട്ടത്തിലുള്ള വൃക്ഷങ്ങളിൽ നിന്ന് തിന്നാനാ പറഞ്ഞത്. അപ്പൊ അതിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ അവരുടെ മനസ്സിനെ അവൻ കൂടുതലായിട്ട് ചിന്തിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവത്തിനെതിരായിട്ടുള്ള ഒരു ചിന്തകൾ കൊടുക്കുകയാണ്. അപ്പൊ അവ പറഞ്ഞു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, ഏത് വൃക്ഷങ്ങളുടെ ഫലം എല്ലാം തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുതെന്ന് ദൈവം പറഞ്ഞു. അവയുടെ മനസ്സിൽ അതാണുള്ളത്. ദൈവത്തിന്റെ വചനം, ദൈവം പറഞ്ഞു നിങ്ങളത് തിന്നരുത്, നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് അവ പറഞ്ഞത്, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ഇത് തിന്നരുത് എന്ന് പറഞ്ഞു. അപ്പൊ അവ വിചാരിച്ചിരിക്കുന്ന ഈ ഫലം മരണത്തിന് കാരണമായ ഫലമാണ് എന്നാണ് മനസ്സിൽ അവള് വിശ്വസിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം ആണ് അവള് വിശ്വസിച്ചിരുന്നത്. പക്ഷെ നമ്മൾ 6-ാമത്തെ വാക്യം നോക്കുമ്പോ, ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അതാണ് നമ്മളിവിടെ കാണുന്നത്. തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും. അപ്പോൾ ഈ എന്ന് സ്ത്രീ കണ്ടു എന്ന് പറഞ്ഞാൽ അവൾ അത് വിശ്വസിച്ചു. ഈ ഫലം മരണത്തിന് കാരണമായതല്ല, ഇത് നല്ലതാണ്, തിന്നാനും നല്ലതാണ്, കാണാൻ നല്ല ഭംഗിയാണ്, ഇത് കഴിച്ചാൽ ഞങ്ങൾക്ക് കൂടുതൽ ജ്ഞാനം ഉണ്ടാകും എന്നവളതങ്ങ് വിശ്വസിക്കുക. എന്ന് സ്ത്രീ കണ്ടു എന്നവൾ വിശ്വസിച്ചു. അപ്പോൾ ഈ ഒരു ഐഡിയ അവൾക്ക് പറഞ്ഞു കൊടുത്തത് ആരായിരിക്കും? പിശാചാണ്. 4ഉം 5ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാം. പിശാച് പറയുന്നത് എന്താ? പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, ഇത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകൾ അറിയുന്നവരെ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു. ആ ഒരു 2 വാക്യത്തിലൂടെ പിശാച് ദൈവത്തിന്റെ ഒരു ഏറ്റവും വിപരീതമായ ഒരു സ്വഭാവത്തെ മനുഷ്യരുടെ മനസ്സിലേക്ക് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല ഉയർച്ചയാണ്, ദൈവം പറയുന്നത് കേൾക്കണമെന്നൊന്നുമില്ല,
അല്ലാതെ നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആയിത്തീരാം. ദൈവം പറയുന്ന ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെയും നിങ്ങൾക്ക് വേറെ വഴികളുണ്ട് ദൈവത്തെ പോലെ ആയിത്തീരാൻ. ഇതാണ് ഈ പിശാച് അവരെ പഠിപ്പിക്കുന്നത്. നിങ്ങളത് തിന്നു നോക്ക്, നിങ്ങൾ മരിക്കത്തില്ല. പിന്നെ എന്താണ് പറഞ്ഞു കൊടുത്തത്? ഇതൊക്കെ ദൈവത്തിന് അറിയാം, പക്ഷെ നിങ്ങളുടെ നന്മയില് നിങ്ങൾ ദൈവത്തെ പോലെ ആകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് തിന്നരുതെന്ന് പറഞ്ഞത്. ഇതൊക്കെയാണ് പിശാച് അവരുടെ മനസ്സിലേക്ക് കുത്തിവെച്ച അവന്റെ ബുദ്ധി, അവന്റെ തല, സർപ്പത്തിന്റെ തല എന്ന് പറയുന്ന ആ ബുദ്ധി, അതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ മനസ്സിനെ കീഴടക്കുകയാണ് ചെയ്തത്. അവർ ഫലം പറിച്ചു തിന്നുന്നതിന് മുമ്പ് അവരുടെ മനസ്സ് അവരിൽ നിന്നും കൈവിട്ടു പോയിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ വേദപുസ്തകത്തിൽ തന്നെ 2 കൊരിന്ത്യർ 11-ാം അധ്യായം 11:3 നമ്മളിങ്ങനെ വായിക്കുന്നു. 2 കൊരിന്ത്യർ 11:3, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ ഹവ്വയുടെ മനസ്സും ദൈവത്തോടുള്ള ഏകാഗ്രതയിലായിരുന്നു, പക്ഷെ അത് വിട്ടുപോയി. അതുപോലെ നിങ്ങളുടെ മനസ്സും ആകുമോ എന്ന് പൗലോസ് അപ്പോസ്തലൻ ഭയപ്പെടുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹവ്വയെ ഉപായത്താൽ ചതിച്ച് അവളുടെ മനസ്സ് കീഴടക്കിയതുപോലെ നിങ്ങളുടെ മനസ്സും വേറൊരാൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വേറൊന്നിലേക്ക് പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പൊ ഇതാണ് അവർക്ക് സംഭവിച്ചത്. ആ ദൈവത്തിന്റെ ആത്മാവോട് കൂടിയാണ് അവർ ജനിച്ചത്. ദൈവം നിലത്തെ പൊടിയിൽ നിന്നും മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവാണ് അവർക്ക് ലഭിച്ചത്. അതാണ് നമ്മള് യോഹന്നാൻ 20:20 യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരുടെ മധ്യ വന്നിട്ട് പറഞ്ഞു, അവരുടെ മേൽ ഊതിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക. അതേപോലെ ഒരു ഊതലാണ് അന്ന് നടന്നത്. യേശുക്രിസ്തു മനുഷ്യനെ ജീവൻ കൊടുത്തപ്പോൾ ദൈവാത്മാവോടുകൂടിയായിരുന്നു ആദവും ഹവ്വയും ജീവിച്ചിരുന്നു. ദൈവത്തിന്റെ വചനം മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ, അതുമായിട്ട് ചേർന്ന് ജീവിക്കുന്നവരായിരുന്നു. പക്ഷെ പിശാച് അത് കൊണ്ടുവന്ന് അവരുടെ മനസ്സിനെ കീഴടക്കി അവന്റെ കൈക്കലാക്കി. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് അവരെ വിട്ടുമാറി. അതാണ് ശരിക്കും അന്ന് സംഭവിച്ചത്. നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞ്, ജഡം എന്നാണ് ബൈബിളിൽ ജഡം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവില്ലാത്തവരെയാണ് ജഡം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയാണ് മനുഷ്യര് ജഡികരായത്. പിന്നെ അവരുടെ സന്താനങ്ങളാണ് എല്ലാം ആദാമിന്റെ ആ മനസ്സോടുകൂടിയാണ് ജനിക്കുന്ന എല്ലാവരും. അതാണ് ആദാമിന്റെ പാപം എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്നും വേർപെട്ട ഒരു മനസ്സ്, ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ജീവിതം, അതാണ് ബാക്കി എല്ലാ മനുഷ്യർക്കുള്ളത്. അതിന്റെ ബലഹീനത, ആ ജഡീകത വന്നു കഴിയുമ്പോൾ എനിക്കും ദൈവം പറയണ പോലെ അനുസരിക്കാതെ എനിക്ക് ദൈവത്തെ പോലെ ആകാം, എനിക്ക് ഉയരങ്ങളിലെത്താം, എന്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം, അതിന് ദൈവം പറയണത് അനുസരിക്കണമെന്നില്ല എന്ന് അവൻ ഉപദേശിച്ചു കൊടുത്തതിൽ എന്നുവെച്ചാൽ സ്വയമായിട്ട് അഹങ്കാരം, അതേപോലെ സ്വാർത്ഥത, ഇങ്ങനെയുള്ള പാപങ്ങളെല്ലാം വരുന്നത് ജഡത്തിൽ നിന്നാണ്. അതാണ് ഗലാത്യർ 5:19 പറയുന്നത്, ജഡത്തിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്. ഈ ബലഹീനത ഉള്ളവർ, ഞാൻ എന്നുള്ള ആ ഒരു ബലഹീനത അതുള്ളത് അവർക്ക് ഇതിന് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങാൻ പറ്റില്ലെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങാൻ കഴിയുകയില്ല. അതാണ് മനുഷ്യന്റെ കുഴപ്പം, ജഡിക ചിന്ത. ഞാൻ എന്നുള്ള ആ ഒരു ചിന്ത എല്ലാത്തിലും, എനിക്കും അവനേക്കാൾ കഴിവുണ്ട്, അപ്പൊ ഞാനാണ് ആ സ്ഥാനത്ത് വരേണ്ടത്, അങ്ങനെ ഒരു ചിന്ത. അപ്പൊ അവരോട് അസൂയ ഉണ്ടാകും, ആ സ്ഥാനത്തിന് വേണ്ടി അടിയുണ്ടാകും. അല്ലെങ്കിൽ എനിക്കെതിരായിട്ട് അവരത്രയും പറഞ്ഞു എങ്കിൽ ഞാൻ അവരുമായിട്ട് യാതൊരു കോണ്ടാക്ട് ഇല്ല, ആ പക മനസ്സിലുണ്ടാകുന്നു. ഇങ്ങനെയുള്ള ജഡീക ചിന്തകളെല്ലാം വരുന്നത് ആ ആദാമിന്റെ മനസ്സോടുകൂടി നമ്മൾ ജനിക്കുന്നത് കൊണ്ടാണ്. അതാണ് ന്യായപ്രമാണത്തിന് കീഴടങ്ങാൻ പറ്റാത്തതെന്നാണ് റോമർ 8:7 പറയുന്നത്. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതും. അപ്പൊ ഇതാണ് മനുഷ്യന്റെ പ്രശ്നമെന്ന് നമ്മുടെ ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം പുതിയൊരു ഉടമ്പടി വെച്ചത്. പക്ഷെ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഉടമ്പടി ശരിക്കും പഴയ ഉടമ്പടിയല്ല. ഇതാണ് ദൈവം ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത ഉടമ്പടി. ഇത് തന്നെ
അത് നമുക്ക് വേറെ വാക്യത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഈ പുതിയ ഉടമ്പടി എന്താണെന്ന് യെരമ്യാ 31:33 വാക്യം തുടങ്ങി വായിക്കും. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, അല്ലെങ്കിൽ ഉടമ്പടി ഇങ്ങനെയാണ്. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കും യഹോവയുടെ അരുളപ്പാട്. ഇതാണ് പുതിയ ഉടമ്പടി. പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരും എന്നാണ് പറഞ്ഞത്. അപ്പോ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷന്മാരാക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കി, അതുകൊണ്ട് ശബ്ദം അനുസരിക്കേണ്ടെന്നല്ല പറഞ്ഞേക്കുന്നത്. ദൈവം ആ ന്യായപ്രമാണത്തെ മാറ്റിയിട്ടില്ല. ആ ന്യായപ്രമാണം എഴുതി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്നാണ് പറഞ്ഞത്. അപ്പൊ എത്ര പ്രാധാന്യമുണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് എന്ന് നമ്മൾ ഓർക്കണം. പുതിയ നിയമത്തില് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് എത്ര പ്രാധാന്യമുണ്ട്. കാരണം ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരാണ് വിശുദ്ധരാകുന്നത്. ദൈവം പറഞ്ഞില്ല, ഇത് ഒന്നാമത്തെ ഉടമ്പടിയിൽ, എന്റെ കൽപ്പനകളും നിയമങ്ങളൊക്കെ പ്രമാണിക്കുവാൻ നിങ്ങൾ വിശുദ്ധ ജനമായിരിക്കും. വിശുദ്ധ ജനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ട ഒരു ജീവിതം നയിക്കുന്നവരാ. അവരുടെ വേർപെട്ടെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് മിണ്ടരുത് എന്നല്ല, അവരുടെ ജീവിത രീതി ആയിരിക്കത്തില്ല നമ്മുടെ ജീവിത രീതി, വിശുദ്ധന്മാരുടെ. അപ്പോ അതിൽ ന്യായപ്രമാണം മാറ്റിയാൽ നമുക്ക് വിശുദ്ധരാൻ പറ്റത്തില്ല. കാരണം വിശുദ്ധൻ എന്ന് പറഞ്ഞ ഒരാളാണുള്ളത്, നല്ലവൻ എന്ന് പറഞ്ഞ ഒരാളാണുള്ളത്. ആ ആള് പറയുന്നതാണ് നന്മ. അത് അനുസരിക്കുമ്പോഴാണ് നമ്മൾ, അത് ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതാകുന്നത്. പക്ഷെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് നമുക്കൊരാളുടെ സഹായം വേണം. അതാണ് ദൈവം ചെയ്യുന്നത്. ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഇനി അവരിലാരും തന്റെ കൂട്ടുകാരനെയും സഹോദരനെയും യഹോവയെ അറിയെന്ന് ഉപദേശിക്കില്ല. അവർ ആബാലവൃത്ത് തന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കയില്ല. അതെല്ലാം പുതിയ ഉടമ്പടിയിൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം. പക്ഷെ ഈ ഹൃദയത്തിൽ എഴുതുക എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ നമ്മൾ എസെക്കിയേൽ പ്രവചനം അതില് നോക്കാം ദൈവം എന്താണ് ചെയ്യുന്നത് ആ പുതിയ ഉടമ്പടിയിൽ. എസെക്കിയേൽ 36:26-27 നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കും, മാംസമായുള്ള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. എന്തിനാണ് ആത്മാവിനെ ഉള്ളിലാക്കുന്നത്? നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ചനുഷ്ഠിക്കും. ദൈവത്തിന്റെ ആത്മാവിനെ തരുന്നത് അന്യഭാഷ പറയുന്നതിനേക്കാളും അത്ഭുത രോഗശാന്തിയെക്കാളും എല്ലാം ദൈവം ആഗ്രഹിച്ചെന്താണ്? ഞാൻ എന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കി അവരെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, എന്റെ വിധികളെ പ്രമാണിച്ച് നടക്കും. അങ്ങനെ ആകുമ്പോഴാണ് അവര് വിശുദ്ധ ജനമാകുന്നത്. അപ്പോ വിശുദ്ധ ജനമാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് വേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വരുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് എതിര് നിൽക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ കൽപ്പനകൾക്കും നമ്മൾ എതിര് നിൽക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ദൈവത്തിന്റെ ആത്മാവല്ല നമ്മുടെ ഉള്ളിലുള്ള. നമ്മുടെ ഉള്ളിലുള്ള വേറൊരു ആത്മാവ്, അതാണ് ദൈവത്തോട് എപ്പോഴും മത്സരിക്കുന്ന ആത്മാവ്. അതാണ് ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ പറ്റാത്ത ആത്മാവ്. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ പുതിയ ഉടമ്പടി. അതിൽ ന്യായപ്രമാണം മാറിയിട്ടില്ല, അതിനെ ദൈവം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മുടെ ഹൃദയത്തിൽ തന്നുകൊണ്ട് അതിനെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ദൈവത്തിന്റെ ഉടമ്പടി, പുതിയ ഉടമ്പടി. എന്റെ ആത്മാവിനെ പകർന്നു. ഇതാ ഞാൻ പറഞ്ഞ, ഇത് പണ്ടേ ദൈവത്തിന്റെ തീരുമാനം ഇതായിരുന്നു. ദൈവവും പിതാവും പുത്രനും കൂടി എടുത്ത ഉടമ്പടി. ഇതാണ് ദൈവത്തിന്റെ മർമ്മം. ഇതാണെന്ന് എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലുള്ളത്. മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തുയേശു നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ മർമ്മം. അതുണ്ടെങ്കിലേ നമുക്ക്, ആ യേശുവിന്റെ ആത്മാവ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ കൽപ്പനകളെല്ലാം അനുസരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കൽപ്പന അനുസരിക്കുന്ന മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തെ പോലെയുള്ള ഒരു സ്വഭാവം വരും. നമുക്ക് ആരോടും പക തോന്നത്തില്ല, അസൂയ തോന്നത്തില്ല, അഹംഭാവം ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ള ജഡത്തിന്റെ ചിന്തകളെല്ലാം നമ്മളിൽ നിന്ന് മാറുന്നത് അപ്പോഴാണ്. ഇതാണ് ദൈവത്തിന്റെ പണ്ടേ ഉള്ള പദ്ധതി. അതാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും. മുന്നറിയപ്പെടുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഹി വാസ് ഫോർ ഓർഡെയിൻഡ്. നേരത്തെ തന്നെ നിർദ്ദേശിക്കപ്പെട്ടതാണ്. എന്തിനാണ്? മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട്. പണ്ടേ തന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ, ഏത് സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ഒരു
ചലഞ്ചായിരുന്നു. എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത്? അവര് റോബോട്ടിനെ പോലെ സൃഷ്ടിക്കണമോ, അതോ ചിന്തിക്കാനുള്ള കഴിവുള്ളവരായിട്ട്, സ്വതന്ത്ര ചിന്ത ഉള്ളവരായിട്ട്, ചിന്തിച്ച് തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശരി തിരഞ്ഞെടുക്കുന്നത് ആകണോ, അങ്ങനെയുള്ള ബോധത്തോടുകൂടി സൃഷ്ടിക്കണമോ എന്നുള്ളതായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം അവരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തികളായിട്ട് മാറ്റണം. റോബോട്ടിനെ പോലെ ആയിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഈ ലോകത്തിലുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ സൃഷ്ടിച്ചാൽ പാപത്തിന്റെ പ്രശ്നമുണ്ടാകുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. കാരണം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു കഴിയുമ്പോൾ പാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ദൈവത്തിന് ആഗ്രഹം, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവരെ, സ്വന്തം ഇഷ്ടത്തില് ദൈവത്തെ തിരഞ്ഞെടുത്ത് സ്വീകരിക്കുന്നവരെയാണ് ദൈവത്തിന് ആഗ്രഹം. അതുകൊണ്ട് ദൈവം അങ്ങനെ സൃഷ്ടിച്ചു. പക്ഷെ ദൈവം അതിന് ആ റിസ്ക് എടുക്കാനും ദൈവം റെഡിയാണ്. പാപം വന്നാലും അത് പാപം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് പാപം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ പുത്രനെ മധ്യസ്ഥനായിട്ട് നിർത്തും, പിതാവിനും ലോകത്തിനും ഇടയിൽ. ലോകത്തെ ക്രിസ്തുവിൽ ദൈവത്തോട് നിരപ്പിക്കുകയാണ് ദൈവം ചെയ്തത്. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തുവിനെ പണ്ടേ ദൈവം ഓർഡൈൻ ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ ഉടമ്പടി. പുതിയ ഉടമ്പടി തന്നെ ഇത് പുതിയതല്ല, ശരിക്കും ഇതാണ് ദൈവത്തിന്റെ ആദ്യത്തെ പ്ലാൻ. അത് നടപ്പിലാകുന്ന കാലം പിന്നെ വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പുതിയ ഉടമ്പടി എന്ന് നടപ്പിലായതെന്ന് നമുക്ക് നോക്കാം. പുതിയ നിയമത്തില് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും മാർക്കോസിന്റെ സുവിശേഷത്തിലും നമുക്കത് കാണാം. ലൂക്കോസ് 22-ാം അധ്യായം 17-ാമത്തെ വാക്യം. പിന്നെ അവൻ പാനപാത്രം എടുത്തു വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ, ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നിട്ട് ഇത് വാങ്ങി പാനം ചെയ്യുവിൻ, അതുപോലെ അത് നിങ്ങൾക്ക് വേണ്ടി ഇത് ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്നോർത്തു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാവുന്നു. അപ്പോ പുതിയ ഉടമ്പടി ഉറപ്പിക്കുകയാണ്. അത് യേശുവിന്റെ രക്തത്തിലാണ് ആ പുതിയ ഉടമ്പടി ഉറപ്പിക്കുന്നത്. പഴയ ഉടമ്പടി കാളകളുടെ രക്തത്തിലായിരുന്നു ഉറപ്പിച്ചത്. പക്ഷെ പുതിയ ഉടമ്പടി നമ്മുടെ രക്ഷകന്റെ രക്തം എന്ന് പറഞ്ഞാൽ ജീവൻ നമുക്ക് വേണ്ടി തരുന്ന യേശുവിന്റെ രക്തത്തിലാണ്, അല്ലെങ്കിൽ യേശുവിന്റെ ജീവനിലാണ് പുതിയ ഉടമ്പടി ഇരിക്കുന്നത്. ആ ജീവനെയാണ് നിങ്ങൾ തളിക്കുകയല്ല ചെയ്തത്. ആ ജീവനെ പ്രതിദാനം ചെയ്യുന്ന ആ വീഞ്ഞ് എല്ലാവരോടും കുടിക്കാനാണ് പറഞ്ഞത്. കുടിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജീവനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയാണ് ആ തിരുവത്താഴ സമയത്താണ് ദൈവം മനുഷ്യരുമായിട്ടുള്ള പുതിയ ഉടമ്പടി ഉറപ്പിച്ചത്. യേശു തന്റെ ജീവൻ നൽകാനായിട്ട് ഉറപ്പിച്ചത്. അതിലാണ് പുതിയ ഉടമ്പടി. യേശുവിന്റെ ജീവനിലാണ് പുതിയ ഉടമ്പടി. എന്റെ രക്തത്തിലെ പുതിയ ഉടമ്പടി ഇതാകുന്നു. ഗലാത്യർ 4:6 നമ്മളിങ്ങനെ വായിക്കുന്നത്, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവിനെയാണ് നമുക്ക്, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. പാസ്റ്റർ ഷമീർ ആ മെസ്സേജില് ഇതിനോട് സമാനമായ വേറൊരു വാക്യം റോമർ 8:13 പറയുന്നുണ്ട്. പുത്രത്വത്തിന് ആത്മാവിനെ തന്നു. ഗലാത്യരിൽ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഏത് ആത്മാവിനെയാണ്, അല്ലെങ്കിൽ എന്താണ്, സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം തന്നിരിക്കുന്നു എന്നാണ്. യേശുവിന്റെ ആത്മാവിനെയാണ് നമ്മൾ, വേറൊരാത്മാവല്ല, യേശുവിന്റെ ആത്മാവിനെയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്ന് പറഞ്ഞാല് യേശു കുരിശിൽ മരിച്ചത് കൊണ്ട് നമ്മുടെ രക്ഷയാകുന്നില്ല. നമ്മൾ ആ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ തരുമ്പോഴാണ് നമുക്ക് എല്ലാ പാപങ്ങളും ഒഴിയാനുള്ള ശക്തിയാണ് കിട്ടുന്നത്. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമുക്ക് പറ്റത്തില്ല പാപങ്ങൾ ഒഴിഞ്ഞ് ജീവിക്കാൻ. അതിനെ പുതിയൊരു ശക്തി നമുക്ക് വേണം. അതാണ് യേശുവിന്റെ ജീവൻ എന്ന് പറയുന്ന ആ ശക്തി. അതാണ് ഗലാത്യർ 4:6 വായിച്ചത് നമ്മൾ.
പുതിയ ഒരു ജീവൻ നമുക്ക് ദൈവം തരുവാണ്. യേശുവിന്റെ ആത്മാവിനെ നമുക്ക് തരും. അത് അതിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഗലാത്യ ലേഖനം എബ്രായർ 2:18 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. അപ്പൊ യേശുവിനെ പോലെ മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരാൾക്ക് മാത്രമേ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. പാപത്തെ ഒഴിഞ്ഞു ജീവിക്കാൻ, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളെ പോലെ പരീക്ഷിക്കപ്പെട്ട് അവിടെ ഒന്നും തോൽക്കാതെ പിശാചിനെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശുവിന് മാത്രമേ നമ്മളെ രക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആ ആത്മാവിനാണ് നമുക്ക് ശക്തി തരുന്നത്, പാപത്തെ ഒഴിഞ്ഞു ജീവിക്കാനുള്ള ശക്തി തരുന്നത്, പാപത്തിൽ നിന്നും വിടുതൽ തരുന്നത്. ദൈവത്തിൽ നിന്നുള്ള വേർപാടെന്നുള്ള പാപം മാറി നമ്മളെ ദൈവമായിട്ട് കൂട്ടിച്ചേർക്കുന്നത് ആ ഒരു ആത്മാവാണ്. അതാണ് യേശുവിനെ ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് മാറിയെന്ന് 1 കൊരിന്ത്യർ 15:45 നമ്മളിങ്ങനെ വായിക്കുന്നു. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് മാറി. ഒടുക്കത്തെ ആദാം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആണ് നമ്മളെ ജീവിപ്പിക്കുന്ന ആത്മാവ്. അപ്പോ ആ ആത്മാവില്ലാതെ നമുക്ക് അതാണ്. അപ്പൊ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് ഇതാണ്. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പഴയ ഉടമ്പടിയെ മലയാളം ബൈബിളിൽ പഴയ നിയമമെന്നും പുതിയ ഉടമ്പടിയെ പുതിയ നിയമമെന്നും പലപ്പോഴും കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുതിയ നിയമത്തില് നമ്മൾ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്ന ന്യായപ്രമാണത്തിന് മാറ്റമില്ല. അത് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം എഴുതിയിരിക്കുക. തന്റെ ആത്മാവിനാൽ, തന്റെ പുത്രന്റെ ആത്മാവിനെ തന്നുകൊണ്ട് ഹൃദയങ്ങളിൽ അത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഒന്നിനും മാറ്റം വന്നിട്ടില്ല. ഇനി 2 കൊരിന്ത്യർ കൊലോസ്യർ 2:16 പറഞ്ഞിരിക്കുന്ന, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത് എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ശബത്ത് ഇനി നമുക്ക് വേണ്ട എന്നാണ് പാസ്റ്റർ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം അടുത്ത 2:17 ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഇവ വരുവാനിരുന്നവയുടെ നിഴലെത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനാണ്. അപ്പൊ എന്തൊക്കെയോ മാറിപ്പോയിട്ടുണ്ട്. വരുവാനിരുന്നവയുടെ നിഴലായ കാര്യങ്ങളാണ് മാറിപ്പോയത്. വരുവാനിരുന്നവ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മത്തായി 3:11 യേശുവിന്റെ ശിഷ്യന്മാര് യോഹന്നാൻ തന്റെ 2 ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കിലേക്ക് അയച്ചിട്ട് ചോദിക്കുന്നു, വരുവാനുള്ളവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരാളെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കുക. അപ്പോ എല്ലാ യഹൂദന്മാരും 4000 വർഷങ്ങളോളമായിട്ട് ഒരാള് വരും എന്ന് കാത്തിരിക്കുന്നുണ്ട്. അത് ഉൽപ്പത്തിയിൽ കൊടുത്ത വാഗ്ദാനമാണ്. സ്ത്രീയുടെ സന്തതി, സർപ്പത്തിന്റെ തല തകർക്കാനുള്ള ആ സന്തതി, അല്ലെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള മിശിഹ ആരാണെന്ന് കാത്തിരിക്കേണ്ടവർ. അതാണ് വരുവാനുള്ളവൻ. അത് എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. പലരും യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവര് യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോയി യേശുവിനെ നോക്കി. അവൻ തന്റെ സഹോദരനെ ശിമോനെ ആദ്യം കണ്ട അന്ത്രയോസിന്റെ കാര്യമാണ്. അന്ത്രയോസ് തന്റെ സഹോദരനെ ശിമോനെ ആദ്യം കണ്ടവനോട്, ഞങ്ങൾ മിശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ ഇവരെല്ലാരും കാത്തിരിക്കുകയാണ് ക്രിസ്തു അല്ലെങ്കിൽ മിശിഹ അല്ലെങ്കിൽ രക്ഷകൻ വരുന്നു. ആ രക്ഷകന് ആണ് വരുവാനുള്ളവൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ മാർത്തയും പറയുന്നുണ്ട് യേശുവിനെ കുറിച്ച്. യേശു പറയുന്നുണ്ട്, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് മാർത്തയോട് ചോദിച്ചു. അപ്പൊ മാർത്ത പറയുന്നു, അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോ വരുവാനുള്ളവൻ യേശു ക്രിസ്തുവാണോ അല്ലയോ എന്നിപ്പോ മാർത്ത വിശ്വസിച്ചു. പക്ഷെ സ്നാപകയോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ അയച്ച് ചോദിക്കുകയാണ് യേശുവിനോട്. അപ്പൊ യേശു ക്രിസ്തുവാണ് വരുവാനുള്ളവൻ. അവരെല്ലാരും കാത്തിരുന്ന മിശിഹ യേശു തന്നെയായിരുന്നു. യേശു വന്ന് ഈ ഭൂമിയിൽ തന്റെ രക്ഷാ ദൗത്യം പൂർത്തീകരിക്കാൻ ചെയ്ത എല്ലാ കാര്യങ്ങളെയാണ് വരുവാനുള്ളവ ഇനി അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതിന്റെ എല്ലാം പ്രതീകമായിട്ടായിരുന്നു യഹൂദന്മാര് ഉത്സവങ്ങൾ ആചരിച്ചിരുന്നത്. നമുക്കറിയാം, യഹൂദന്മാർക്ക് 7 ഉത്സവങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. പെസഹ, പുളിപ്പില്ലാത്തപ്പത്തിന്റെ തിരുനാള്, പിന്നെ
ആദ്യഫല തിരുനാള്, പിന്നെ പെന്തക്കോസ്, പിന്നെ കാഹളധ്വനി പെരുന്നാൾ, പിന്നെ മഹാപാപ പരിഹാര ദിവസം, പിന്നെ കൂടാര പെരുന്നാൾ. അങ്ങനെ 7 ഉത്സവങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. ഓരോ ഉത്സവങ്ങളും യേശുക്രിസ്തുവിന്റെ രക്ഷാപദ്ധതിയുടെ ഓരോ ഭാഗങ്ങളായിരുന്നു. ഇപ്പൊ പെസഹ എന്ന് പറയുന്നത് നമുക്ക് 1 കൊരിന്ത്യർ 5:7 പൗലോസ് അപ്പോസ്തലൻ പറയും, നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നല്ലോ. അപ്പൊ നമ്മുടെ പെസഹ കുഞ്ഞാടുന്നാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രതീകമായിട്ടായിരുന്നു അവർ പെസഹ ആചരിച്ചത്. അതുപോലെ അതുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും പുളിപ്പൊന്നും കാണരുത്, പാപത്തിൻ്റെതായ പുളിപ്പൊന്നും കാണരുത് പൗലോസ് അപ്പോസ്തലൻ അവിടെ തന്നെ പറയുന്നു. അതുപോലെ തന്നെ അവരും പെസഹയുടെ പിറ്റേ ദിവസം തുടങ്ങി. പെസഹ 1-ാം മാസം 14-ാം തീയതി ആയിരുന്നു. അതിന്റെ പിറ്റേ ദിവസം തുടങ്ങി അവര് ഒരാഴ്ച പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആചരിക്കണം. അത് കഴിഞ്ഞ് അത് പെസഹ 14-ാം തീയതി, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആരംഭിക്കുന്ന 15-ാം തീയതി, 16-ാം തീയതി ആദ്യഫല കറ്റ, അത് കറ്റ നിരാജനം ചെയ്യുന്നതൊക്കെ 16-ാം തീയതി. അങ്ങനെയായിരുന്നു ഓരോ ദിവസവും യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ, ഉയർപ്പിന്റെ, അത് കഴിഞ്ഞ് പെന്തക്കോസ് നാളിന്റെയും യേശുവിന്റെ ആത്മാവിനെ നമുക്ക് തരുന്ന ആ ദിവസം, അത് പെന്തക്കോസ്, അത് കഴിഞ്ഞ് മഹാപാപ പരിഹാര ദിവസം, കാഹളധ്വനി, അതൊക്കെ വരുന്നത്. ഇപ്പോ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ വിശ്വാസപ്രകാരം കാഹളധ്വനി പെരുന്നാള് കഴിയുന്നു. പിന്നെ മഹാപാപ പരിഹാര ദിവസം എന്ന് പറയുന്ന സമയം ഇപ്പോൾ നടക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് കൂടാര പെരുന്നാൾ. അതാണ് നമ്മൾ വെളിപ്പാട് 21 കാണുന്നത്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറഞ്ഞ ദൈവം നമ്മളോട് കൂടെ ജീവിക്കാനായിട്ട് വരുന്ന ഈ ഭൂമിയിൽ, പുതിയ ഭൂമിയിൽ. അപ്പോഴാണ് എല്ലാ പെരുന്നാളുകളും ചെയ്യുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്ഷാപദ്ധതി ഓരോ കാര്യങ്ങളായിരുന്നു അവർ ഉത്സവങ്ങളായിട്ട് ആചരിച്ചിരുന്നത്. അപ്പോ 14-ാം തീയതി ഒരു ചൊവ്വാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ആണെങ്കിൽ അന്നായിരുന്നു അവർക്ക് പെസഹ. 14-ാം തീയതി തിങ്കളാഴ്ച ആണെങ്കിൽ തിങ്കളാഴ്ചയായിരുന്നു പെസഹ. ചൊവ്വാഴ്ച പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആരംഭിക്കുകയാണ്, ഒരാഴ്ചത്തെ പെരുന്നാൾ. അപ്പൊ 1-ാം തീയതി ചൊവ്വാഴ്ച അപ്പൊ അവർക്ക് ശബദായിരിക്കണം. അങ്ങനെ നമ്മള് ഉത്സവങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ലേവ്യ പുസ്തകം 23-ാം അധ്യായം വായിക്കണം. അപ്പൊ 1-ാം തീയതിയുടെ 1-ാം മാസം 14-ാം തീയതി പെസഹ, 15-ാം തീയതി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒരാഴ്ചത്തെ പെരുന്നാളാണ്. അതിന്റെ ആദ്യത്തെ ദിവസം 15-ാം. അത് ചൊവ്വാഴ്ചയാണെങ്കിൽ അന്ന് അവർക്ക് ശബദായിരിക്കും. പിന്നെ 7 ദിവസം കഴിഞ്ഞ് അതിന്റെ തീരുന്ന ദിവസവും അതും ചൊവ്വാഴ്ച ആയിരിക്കും, അപ്പോഴും അവർക്ക് ശബദായിരിക്കും. അങ്ങനെ അവരുടെ ഉത്സവങ്ങളിൽ പല സാബത്ത് ഡേയ്സ് ഉണ്ടായിരുന്നു, ശബത്ത് ദിവസങ്ങൾ ഉണ്ടായിരുന്നു. സ്വസ്ഥമായിട്ടിരിക്കാൻ, സാമാന്യ വേലയൊന്നും ചെയ്യാതിരിക്കാനുള്ള ശബത്ത് ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയാണ് ഇവിടെ പറയുന്നത് വരുവാനുള്ളവയുടെ നിഴലാൽ. യേശുവിന്റെ രക്ഷാപദ്ധതിയുടെ വരുവാനുള്ളവൻ യേശുവാണ്. ആ യേശു ഭൂമിയിൽ നമ്മുടെ രക്ഷയ്ക്കായിട്ട് നിവർത്തിച്ച കാര്യങ്ങളുടെ പ്രതീകമായിട്ട് അവർ ആചരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും, അതില് അവർക്ക് എന്തൊക്കെ ആഹാരം കഴിക്കണമെന്നും എല്ലാം പറയുന്നുണ്ട്. അപ്പൊ അതിലും ആ ശബദുകളെ കുറിച്ചൊന്നും ഇനി ആരും നിങ്ങളെ വിധിക്കരുത്, കാരണം അതെല്ലാം നീങ്ങിപ്പോയി. യേശുക്രിസ്തു ഇതൊക്കെ നിഴലായിരുന്നു. യേശുക്രിസ്തു എന്ന റിയൽ പ്രകാശം വന്നു കഴിഞ്ഞപ്പോ പിന്നെ നിഴല് പിന്നെ കാണത്തില്ല. റിയൽ വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ നിഴലായതിനെ നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അതെല്ലാം മാറിപ്പോയിരുന്നത്. പക്ഷെ 7-ാം ദിന ശബദം, അത് ഒരു യഹൂദനുണ്ടാകുന്നതിന് മുമ്പേ, ഒരു യഹൂദ ഉത്സവങ്ങൾ ആചരിക്കുന്നതിന് മുമ്പേ, 10 കൽപ്പന നൽകുന്നതിന് മുമ്പേ ദൈവം സൃഷ്ടിപ്പിന്റെ സ്മാരകമായിട്ട് ഏദൻ തോട്ടത്തിൽ സ്ഥാപിച്ചതാണ് 7-ാം ദിന ശബദം. ആ ശബദം ഞാൻ നിങ്ങളുടെ സൃഷ്ടിതാവാണെന്നുള്ള ഓർമ്മ നമുക്ക് നൽകുന്നതാണ് ആ ശബദം. ദൈവത്തിന്റെ സൃഷ്ടിയെ അഭിനന്ദിക്കുവാനും അതിനെ ആസ്വദിക്കുവാനും ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മയില് നമ്മുടെ ആഴ്ചയുടെ ഒരു ദിവസം മുഴുവനും നമ്മളായിരിക്കാനായിട്ടാണ് ദൈവം അത് തന്നത്. നമ്മള് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ശബദിനെ ദൈവം അനുഗ്രഹിച്ചു, വിശുദ്ധീകരിച്ചു.
വേറെ ഒരു ദിവസത്തെയും ദൈവം അനുഗ്രഹിക്കുകയോ വിശുദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട്, മറ്റുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഈ 7-ാം ദിനത്തെ ആയിരുന്നു. അത് എന്നിട്ട് 10 കൽപ്പനയിൽ പ്രത്യേകം അത് എഴുതി, അതിനെ നിങ്ങൾ മറക്കരുത്, ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്ന് പറഞ്ഞ് വീണ്ടും ഓർക്കുകയാണ്. കാരണം ഞാനാണ് നിങ്ങളുടെ സൃഷ്ടിതാവ് എന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടായിരിക്കും. ചിലപ്പോ അതുകൊണ്ടായിരിക്കുമോ എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ലോകത്തിൽ നിന്ന് ആ ഓർമ്മയെല്ലാം മാറ്റിക്കളഞ്ഞു, ശബദിനെ മാറ്റിക്കളഞ്ഞു, ശബദിന്റെ വിശുദ്ധിയെ ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയിലേക്ക് മാറ്റപ്പെട്ടു. അത് നമ്മൾ ചരിത്രത്തിൽ നോക്കിയാൽ അറിയാം. AD 321 നൈസിയൻ സിനഡ് അല്ലെങ്കിൽ എന്താണ് നൈസിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന, മലയാളത്തിൽ നിക്കിയ എന്ന് പറയും, അവിടെ നടന്ന ആ കൗൺസിലിൽ അന്ന് റോമിന്റെ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള ആള്. പിന്നെ എല്ലാ ബിഷപ്പുമാരും ഒക്കെ ഉണ്ടായിരുന്നു, അന്നത്തെ സഭാ നേതൃത്വം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം വെച്ചൊരു കണ്ടീഷനായിരുന്നു, ഞങ്ങള് ക്രിസ്തീയ മതം സ്വീകരിക്കുന്നു. അദ്ദേഹം ചരിത്രത്തിൽ ഇങ്ങനെ ചില ഇതിൽ ഞാൻ വായിച്ചിട്ടുള്ള, അദ്ദേഹം ഒരു ദർശനം കണ്ടു എന്നാണ്. ഒരു യുദ്ധത്തിന് പോയപ്പോൾ കുരിശിന്റെ അടയാളം കാണുകയും ഈ അടയാളം നോക്കി പോകണം എന്ന് ഒരു വെളിപ്പാടുണ്ടാകുകയും അങ്ങനെ അദ്ദേഹം വിജയിച്ചു വരികയും ചെയ്തു. അദ്ദേഹത്തിന് അതിൽ വിശ്വാസമായി തീർന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അദ്ദേഹം അതോടുകൂടിയ പീഡനങ്ങളൊക്കെ നിർത്തി, ക്രിസ്ത്യാനികളോടുള്ള പീഡനങ്ങളും അതെല്ലാം നിർത്തി, ക്രിസ്ത്യ സഭയെ നല്ല ഉയർച്ച കിട്ടി, അതിനെ ഒഫീഷ്യലായിട്ട് അതിനെ ഉയർത്തിയെടുത്തു ആ മതത്തെ. പിന്നെ ഈ രാജാവ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും തന്നെ ക്രിസ്തീയ മതം സ്വീകരിച്ചു. ആ റോമൻ മതം എല്ലാവരും കളഞ്ഞിട്ട് ക്രിസ്തീയ മതം സ്വീകരിച്ചു. എങ്കിലും അവരുടെ മനസ്സൊന്നും അതിലേക്കായിട്ടില്ല, രക്ഷകനിലേക്കായിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ ആചാരങ്ങളൊക്കെ വെടിയാൻ അവർക്ക് മനസ്സിലായിരുന്നു. സൺഡേ എന്ന് പറയുന്നത് അവരുടെ സൂര്യ ഭഗവാന്റെ ആരാധന എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ആഘോഷമാണ് അവർക്ക്, ഞായറാഴ്ചകളൊക്കെ. അപ്പൊ അത് അവർക്ക് വേണം എന്നുള്ള ഒരു ഡിമാൻഡാണ് അവർ വെച്ചത്. നിങ്ങളുടെ ശനിയാഴ്ച എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിന്റെ ഞായറാഴ്ച ആക്കിയാൽ എന്ത്, ഹോളി ഡേ ആയിട്ട് ഞായറാഴ്ച ആക്കി ഞങ്ങൾ എല്ലാവരും ഈ ക്രിസ്ത്യൻ മതത്തിൽ ചേരും. അപ്പൊ അന്നിരുന്ന ബിഷപ്പുമാരെല്ലാം അത് സമ്മതിച്ചു. കാരണം പീഡനം നിന്നല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാവരും ഇല്ല, കുറച്ചുപേര് അതിൽ നിന്ന് അപ്പോഴും ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിന്നവരുണ്ടായിരുന്നു. അവരെയാണ് പിന്നെ വാൽഡൻസുകൾ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന, അവർക്ക് വലിയ പീഡനങ്ങൾ പിന്നെ സഭയിൽ നിന്നും നേരിട്ടിട്ടുണ്ട്. അപ്പോ ഇവരങ്ങനെ സമ്മതിച്ചു. അങ്ങനെയാണത് നിലവിൽ വന്ന ആദ്യത്തെ നിയമം, ഞായറാഴ്ച നിയമം നിലവിൽ വന്നത്. ഓക്കെ, അതിനെക്കുറിച്ചെല്ലാം അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് വേറൊരു ചോദ്യം, പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് ഉയർന്ന വേറൊരു ചോദ്യം, യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞില്ലല്ലോ, പുതിയ നിയമത്തില് ഒരു പ്രാവശ്യം പോലും ശബദം അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, അപ്പൊ പിന്നെ നമ്മൾ അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ചില പാസ്റ്റർമാര് ഉയർത്തുന്ന വാദം. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അതിനെക്കുറിച്ച്. അപ്പോ 7-ാം ദിന ശബദിന് ദൈവം സൃഷ്ടിയുടെ ഓർമ്മയ്ക്കായിട്ട് തന്ന, പക്ഷെ പിന്നീട് അതിനെ മാറ്റപ്പെട്ട് AD 321 തുടങ്ങി പിന്നെ ഭൂമിയിൽ എല്ലായിടവും, കേരളത്തിൽ ഇല്ലായിരുന്നു. കേരളത്തിൽ 1599 വരെയും ശബദ് തന്നെ ആചരിച്ചിരുന്നത്. പിന്നീടാണ് അത് അവിടെ നിന്ന് കത്തോലിക്ക സഭയായിട്ട് ക്രിസ്തീയ സഭ മാറിക്കഴിഞ്ഞ് അവിടെ നിന്ന് പലരെയും അയച്ച് അങ്ങനെയാണ് ഉദയം പേരൂരിലുള്ള സിനഡിൽ വെച്ചാണ് അങ്ങനെ മാറ്റം വന്നത്. അപ്പോ പിന്നെ ഇപ്പൊ ലോകമെല്ലാം അറിയപ്പെടുന്നത് ഞായറാഴ്ച ദിവസം. അതിന്റെ കാരണമൊന്നും പലർക്കും അറിയത്തില്ല. ചിലര് പറയുന്നു ഉയർപ്പിന്റെ നാളായതുകൊണ്ട്, ചിലര് പറയുന്ന എല്ലാവർക്കും ഒരുമിച്ച്, പെന്തക്കോസ്തിലെ പാസ്റ്റേഴ്സ് പറയുന്നത് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒരു ദിവസം ഞായറാഴ്ച, അതുകൊണ്ട് ഞങ്ങൾ ഞായറാഴ്ച ആചരിക്കുന്നു. ഉയർപ്പിന്റേതിന് അതുകൊണ്ട് ഞായറാഴ്ച വിശുദ്ധമാക്കണമെന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോഴും പറഞ്ഞിട്ടില്ല. യെരുശലേം കൗൺസിൽ കൂടിയപ്പോഴും ശിഷ്യന്മാരും പറഞ്ഞിട്ടില്ല. യാക്കോബ്, പത്രോസ് അങ്ങനെയുള്ള ശിഷ്യന്മാര് യെരുശലേം കൗൺസിലുള്ള തീരുമാനം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ വായിക്കാം.
അപ്പോഴും ശബദിനൊക്കെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ അപ്പോഴും പറയാമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് അവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് അതിന്റെ പശ്ചാത്തലം. അപ്പൊ ഭൂമി മുഴുവനും ഇപ്പോ എന്തോ കാരണത്താൽ ഞായറാഴ്ച ആചരിക്കും. പക്ഷെ സൃഷ്ടിതാവാണ് ദൈവത്തിനൊന്നും മനുഷ്യർക്ക് ഓർമ്മ വരുന്നേയില്ല. അതുകൊണ്ടായിരിക്കാം ഈ പരിണാമ സിദ്ധാന്തം പോലെയുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഈ ലോകത്തിലുണ്ടായത്. മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചതല്ല, കുരങ്ങിൽ നിന്നുണ്ടായതാണ്, മറ്റ് ജീവികളിൽ രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് എന്നെല്ലാം പറയുന്നു. അപ്പോ ഞാൻ എന്നെ സൃഷ്ടിച്ചത് എന്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ശബദയെ അനുസരിക്കുകയുള്ളൂ. അതേ പറ്റത്തുള്ളൂ. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദൈവം അത് തന്നത്. നിങ്ങളിൽ നിന്ന് മറന്നു പോകരുത്. അത് നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതിനായിട്ടാണ് ദൈവം ആ ദിവസം തന്നത്. അത് വിശ്വസിക്കാത്തവർക്ക് വേണമെങ്കിൽ വേറെ ഏത് ദിവസവും ആചരിക്കാം. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് ഞാനാണ് ഈ 6 ദിവസം കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ശബദിനെ വിശുദ്ധമായിട്ട് ആചരിക്കണം എന്നാണ് പറയുന്നത്. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ വേറൊരു കാരണം കൂടി യഹോവ പറയുന്നുണ്ട് ശബദ് അനുസരിക്കാനുള്ള വേറൊരു കാരണം. ആവർത്തനം 5:15 നമ്മളിങ്ങനെ വായിക്കുന്നു: നീ മിസ്രൈം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈ കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്കുക. അതുകൊണ്ട് ശബദ് നാൾ ആചരിക്കാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട്. അപ്പൊ ഒരു വീണ്ടെടുപ്പിന്റെ അടയാളമായിട്ടും ദൈവം തന്നിരിക്കുന്ന ശബദാണ്. നീ അടിമ വിടാൻ മിസ്രൈമിൽ നീ അടിമയായിരുന്നു. ഇനി അവിടെ നിന്ന് ദൈവം നീട്ടിയ ഭുജം കൊണ്ടും ബലമുള്ള കരം കൊണ്ടും വിടുവിച്ചു. അതുകൊണ്ട് നീ ശബദ് ആചരിക്കണം എന്നാണ് ആവർത്തനം 5:15 പറയുന്നത്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടിതാവ് ദൈവമാണെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ശബദ് ആചരിക്കണം. ദൈവമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ ശബദ് ആചരിക്കണം. പിന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് നമ്മുടെ രക്ഷയാണ്, നമ്മുടെ വീണ്ടെടുപ്പ്, പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, പിശാചിന്റെ അടിമത്തിൽ നിന്ന് നമ്മളുള്ള വീണ്ടെടുപ്പ്. ആ വീണ്ടെടുത്തത് എന്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നീ ശബദ് ആചരിക്കണം എന്നാണ് ദൈവം പറഞ്ഞത്. ഇനി നമുക്ക് വേറൊന്നിന്റെ അടയാളമായിട്ടും കൂടെ ദൈവം ശബദിനെ തന്നിരിക്കുകയാണ്. എസെക്കിയേൽ 20:12 നമ്മളിങ്ങനെ വായിക്കുന്നു: ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്നവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എന്റെ ശബദുകൾ. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ. നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. കൽപ്പന അനുസരിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധരാകാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കൽപ്പന ശരിയായി അനുസരിക്കാൻ പറ്റത്തില്ല. വിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിലേ നമുക്കത് സാധിക്കുള്ളൂ. അപ്പൊ നമ്മളെ വിശുദ്ധീകരിക്കുന്നത്, നമ്മളെ വിശുദ്ധരാക്കുന്നത് ദൈവമാണ്. ദൈവം തരുന്ന ആത്മാവിനെ സ്വീകരിച്ച് ആ ആത്മാവിനെ കീഴ്പ്പെട്ട് നമ്മൾ ജീവിക്കുന്നു. അപ്പോഴാണ് നമുക്ക് ന്യായപ്രമാണത്തെ എല്ലാം അനുസരിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധരാകുന്നത്. ആ ദൈവമാണ് എന്നെ വിശുദ്ധീകരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ശബദുകളെ ആണ് അതിന് അടയാളമായിട്ട് തന്നിരിക്കുന്നത്. എന്റെ വിശുദ്ധ ജനം എന്ന് പറയുന്നത് ദൈവം ഞങ്ങളുടെ സൃഷ്ടിതാവാണ്, ദൈവം ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്, ദൈവം അവസാനം വരെ ഞങ്ങൾ വിശുദ്ധീകരിക്കുന്നത് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും അടയാളമായിട്ട് ദൈവം തന്നത് 7-ാം ദിന ശബദാണ്. അപ്പൊ അത് ഉൾപ്പെടുന്ന ദൈവത്തിന്റെ പ്രമാണങ്ങളെല്ലാം അനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് എല്ലാ പാപങ്ങളെയും നമ്മുടെ മുറുകെ പറ്റുന്ന പാപങ്ങളെല്ലാം വിടുവിച്ച് നമ്മളെ രക്ഷിക്കുന്ന യേശുവിന്റെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ ജനമായിട്ട് തീരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വചനത്തിൽ നിന്നും വിരമിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ ഒരു സമയം ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. ദൈവമേ, ഇന്ന് അടിയങ്ങൾ കേട്ട വചനങ്ങൾ, ഇന്ന് ഞങ്ങൾ വായിച്ച ഭാഗങ്ങളെല്ലാം എല്ലാവരുടെ ഹൃദയത്തിൽ അത് നിൽക്കുവാൻ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷികളും അത് കൊത്തിക്കൊണ്ടുപോവാൻ, ഒരു പിശാചും അത് അവരുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ ഇടയാക്കരുതേ പിതാവേ. ആ ഹൃദയത്തെ അവരുടെ ഹൃദയത്തിൽ, ആ വചനങ്ങളെ അവരുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് അവരുടെ ജീവിതങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ, നല്ല തീരുമാനമെടുക്കുവാൻ
എന്റെ ദൈവത്തിന്റെ ആത്മാവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങനെ ഞങ്ങൾ ഈ ലോകത്തിൽ വിശുദ്ധ ജനമായിട്ട് തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ ക്രിസ്തേശുവിന്റെ ധനനാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.